മേക്കപ്പിനെ പറ്റി എന്ത് പറയാൻ? എന്താണ് ഞാൻ പറയേണ്ടത്? നിങ്ങൾ ഇനി കാണുന്നില്ലേ ഗൈസ്? അത്രയും സൂപ്പറാണ്. അത്ര സുന്ദരിയായി ഞാൻ അല്ലല്ല, ആക്ച്വലി എന്റെ മനസ്സിൽ ഞാൻ എന്താ ഉദ്ദേശിച്ച അതുപോലെ എന്നല്ല, അതൊക്കെ മേലെ അടിപൊളിയായിട്ട് എന്നെ സെറ്റ് ചെയ്ത് തന്നു ഗൈസ്. കണ്ടിട്ട് മതിയാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ അല്ലാണ്ട് നടക്കും, ഇങ്ങനെയാണ് ഞാൻ. അതെ, അപ്പൊ ആദിത്യയുടെ വിവാഹ ബഹളം ഇവിടെ അവസാനിക്കുന്നില്ല. ഇല്ല, റിസപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ ഈ വെഡിങ് ലുക്ക് ഇവിടെ തീർന്നു. അപ്പൊ വീണ്ടും ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും രാവിലെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു രാത്രിയുടെ ഗ്യാപ്പിൽ ഞങ്ങൾ തിരിച്ചു വന്ന് ഇന്ന് റിസപ്ഷൻ തുടങ്ങുകയാണ്. റിസപ്ഷൻ വൈകിട്ടല്ല, റിസപ്ഷൻ രാവിലെ തന്നെയാണ്. അതെന്താ രാവിലെ വെച്ചേ? എൻ്റെ വീട്ടിൽ നിന്ന് കൊല്ലത്തുനിന്ന് ഇവിടെ എത്തണ്ടേ, അപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവരെത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ചെത്തുമ്പം മിഡ് നൈറ്റ് ആവും. അപ്പൊ ഇതാകുമ്പം ഒരു വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് വീട് തിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചു നിങ്ങൾ എന്താണ് കോമഡിയാണ്. ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഇങ്ങനെ മുഖം കഴുകുക, അപ്പം ലെൻസ് അങ്ങ് ഇങ്ങോട്ടായിപ്പോയി. എനിക്കൊരു ടെൻഷനായിപ്പോൾ. ഞാൻ ഇവിടെ കിടന്ന് അമ്മണി ആരും ഇല്ല, പെട്ടെന്ന് ആരും വന്നില്ല. കുറേ നേരം കഴിഞ്ഞ് ഞാൻ ശ്രമിച്ചു. ലാസ്റ്റ് ചേച്ചി വന്നു, പിന്നെ എടുത്ത് വന്നു. പേടിച്ചു പോയായിരുന്നു. ഉള്ളിൽ കയറിപ്പോയാലും ജസ്റ്റ് മുകളിലേക്ക് നോക്കിയിട്ടില്ലേ, കണ്ണൊന്ന് പയ്യെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസ് താഴത്തേക്ക് ഇറങ്ങി വരും. അതിങ്ങനെ പാനിക്കായിട്ട് ഇതാവണ്ട, മുകളിലേക്ക് കയറുള്ളൂ. പക്ഷെ അതിങ്ങനെ പയ്യെ ഒന്ന് ഇങ്ങനെ കണ്ണ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിങ്ങനെ മാറിയിരുന്നിട്ട് പെട്ടെന്ന് വെള്ളം വീണം. അപ്പം ഞാൻ ടെൻഷനായിപ്പോയി. എടുത്തില്ലേ? എടുക്കാൻ പറ്റിയില്ലേ? ചേച്ചിക്ക് അറിയാം, ചേച്ചി വെക്കുന്ന. പിന്നെന്താ വേണം. ഇന്നലത്തെ അഭിപ്രായം അടിപൊളിയായിരുന്നു ചേച്ചി. അതായത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ അതിനെക്കാട്ടി മണ്ടയ്ക്കായിരുന്നു. ആ പിങ്ക് സാരി എന്ത് രസമായിരുന്നു. പക്ഷെ ആ പിങ്ക് സാരി ആദ്യം ഞങ്ങൾ ചോദ്യം കൂടില്ലെന്ന് വിചാരിച്ചു. പക്ഷെ സിമ്പിൾ ആയിട്ട് നന്നായിട്ട് ഒതുങ്ങി കിട്ടി. നമ്മൾ റോളും ചെയ്തിട്ടില്ലായിരുന്നു. അത് ഒന്നും ചെയ്തില്ല. ഞങ്ങള് അവിടെ ചെന്നപ്പോ നമുക്ക് അയൺ ചെയ്യണം കൂടെ ഒന്നും ഉണ്ടായില്ല. വെറുതെ കൈ കൊണ്ട് പിടിച്ചതല്ലേ. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് പോവാ. വിഷ്വലാണ് ആലോചിച്ചത്. സാരിയിൽ അത് തലകുത്തി ഇരിക്കണേനെക്കാട്ടി എണ്ണിക്കാനാണ്. അത് രണ്ടു തൊട്ട് തന്നെ ഇരുത്തി എണ്ണിപ്പിച്ചു. എന്തൊക്കെയാ കാണിച്ച് എണ്ണിച്ചു. അതും ഒരു പക്ഷെ എനിക്ക് അടുത്ത അപ്കമിങ് ബ്രൈഡ്സിനുള്ളൊരു ടിപ്പാണത്. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് ഒറ്റ വിടൽ താഴത്തേക്ക് നമ്മൾ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുന്നൊക്കെ എൻ്റെ ദൈവമേ. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ആരും ടെൻഷൻ അടിക്കരുത്. അതെല്ലാം അതിൻ്റെ ഫ്ലോയിൽ തന്നെ പൊക്കോളും. വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചാൽ ആ ഒരു സമയം കളയണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് കല്യാണം വരെ ടെൻഷനില്ല. കല്യാണം കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഹരിപരിയായിപ്പോയി. അത് കുറച്ചുകൂടി ഒന്ന് കാമായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. അല്ല, മുഹൂർത്തം കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം കിട്ടണം. അത് കിട്ടണം. ഇനി എല്ലാവരും മുഹൂർത്തം എടുക്കുമ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. മുഹൂർത്തം കഴിഞ്ഞാൽ ടൈം നിങ്ങൾ കുറച്ച് നേരം കൂടി വേണം. എന്നായിരുന്നു, എന്നാലും ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നലെ ഈ മിറർ കയ്യിലിരുന്നിട്ട് ഞാൻ എന്നെ നോക്കി പറയുന്നു, മിറർ കയ്യിലിരുന്നിട്ട് ഞാൻ മറന്നുപോയി. കാണാം, ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മുഖത്ത്. വളരെ സിമ്പിളാണ്. ഇതിൽ കൊമ്പ് പൊങ്ങി നിൽക്കുന്നു. അതിനെ താത്താവേ ഗമ്മിച്ചിട്ട് വിട്ടത്. ഭയങ്കര കാമായിട്ടുള്ളൊരു സാധനം അല്ലേ? എൻ്റെ അതേ സ്കിൻ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടം. ഉടുപ്പിടുമല്ല, പുറപ്പെട്ട് ഞങ്ങളൊരു മോഡേൺ ലുക്കിൽ വരുന്നതായിരിക്കും. ഇന്നലെ ഞങ്ങൾ ഭയങ്കര നാടനായിരുന്നു. അതെ, ഇന്ന് ഞങ്ങൾ മോഡേൺ ലുക്കിൽ. ഇതും ഇച്ചിരിയും കൂടി പണിയുണ്ട്, പണി തീർത്തിട്ട് വരാം. ഓക്കെ ഗൈസ്.
ഇതാണ് ആദ്യയുടെ വരൻ മനു. ഇന്നലെ നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല, തിരക്കിലായിപ്പോയി പാവത്തിന്. 5 മിനിറ്റോട് ശോശു എന്ന് പറഞ്ഞു വിട്ടപ്പോൾ നമുക്ക് വീഡിയോയിൽ വന്നില്ല. ഇന്ന് നല്ല കുട്ടപ്പനായിട്ട് ആദ്യമേ വന്നിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു മനു ഇന്നലെ? അടിപൊളിയായിരുന്നു. എന്റെ ലുക്കാണോ ആദ്യയുടെ ലുക്കാണോ? 2 ലുക്കും. എന്റെ ലുക്കായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അതിന് കുറച്ച് സമയം എടുത്തു, എന്നാലും കുഴപ്പമില്ല. ഇല്ല, അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയാണ് കോൺഫിഡൻസ് ഞാൻ കൂടുതലായിരുന്നു. ഇല്ല, നമുക്ക് ബാച്ചിലർ ലൈഫ് കഴിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ട് അവൾ ട്രയൽ പോലും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഉറപ്പിച്ചു. പിന്നെ മാത്രമല്ല ഓൾറെഡി ആര്യജിയും കാവ്യജിയും ഒക്കെ അങ്ങ് ഇവിടെ വെച്ചേക്കാം, പൊക്കി വെച്ചേക്കാം. അത് തന്നെ എന്റെ ബ്രൈഡ്സിന്റെ സംസ്ഥാന സമ്മേളനം. ഇനി പ്രിയങ്കാജി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആദ്യയുടെ വെഡിങ് മാമാങ്കോടെ കഴിഞ്ഞു. ബാച്ചിലർ പാർട്ടി, കല്യാണം, റിസപ്ഷൻ. 3 ലുക്കിൽ ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കല്യാണത്തിന്റെ റെഡ്. ഇത് ഇഷ്ടപ്പെട്ടു. ബാച്ചിലേഴ്സ് അടിപൊളിയായിരുന്നു. അത് വേറെ ലെവലായിരുന്നു. എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കല്യാണത്തിന്റെ ഒരു സാരി കൈൻഡ് ഓഫ് ലുക്ക് ഞാൻ അതിനങ്ങനെ എന്റെ മനസ്സിൽ ആദ്യം ഈ കൈൻഡ് ഓഫ് ഡ്രസ് അല്ലെങ്കിൽ അല്പം കൂടെ മോഡേൺ പിടിക്കുന്നു. ഇതാണ് മോഡേൺ എന്നല്ലേ? ഇതാണ് നിങ്ങൾ കണ്ട മോഡേൺ. അല്ലെ, എനിക്ക് റെഡ് എന്താ ഇഷ്ടപ്പെട്ടത്, ഞാൻ ഉദ്ദേശിച്ച ആ സാധനം വന്നു. അതെ, അതുകൊണ്ട് റെഡ് ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, സെറ്റ് ഫോട്ടോ ഒക്കെ ഇപ്പൊ കിട്ടും. അതെ. അപ്പൊ അങ്ങനെ ഇതോടുകൂടി ആദ്യയുടെ വെഡിങ് മാമാങ്കോട് അവസാനിച്ചിരിക്കുന്നു. അടുത്ത ബ്രൈഡുമായിട്ട് വീണ്ടും വരാം. ബൈ.